ആശാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണല്ലോ. ആശാ സമരത്തിൽ കഴിഞ്ഞ സർക്കാരിന് എവിടെയൊക്കെയോ ചില പിശകുകൾ പറ്റി എന്ന് തോന്നുന്നുണ്ട്. ഒരു ആത്മവിമർശനം ഉണ്ടോ? ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്, ഈ ആശ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീം ഇതാണ്, അറിയാലോ. അത് ശമ്പളോ ഓണറേറിയോ ഒന്നുമല്ല. നിങ്ങൾ പോയിട്ട് സൗജന്യമായിട്ട് നാട്ടിൻപുറത്ത്, അപ്പോൾ ആസ്പത്രി ഇല്ലാത്ത, നേഴ്സില്ലാത്ത ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരു സ്ത്രീയെ പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടാവാനോ പിന്നെ ഇമ്മ്യൂണൈസേഷൻ എടുക്കാനോ ഒക്കെയാണ് ഒരു ആശ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എടുത്തത്. അതെന്താ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്. അത് അവർ സ്വമേധയാ സന്നദ്ധരായി സന്നദ്ധ സേവനം ചെയ്യണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. എന്നിട്ട് ഒരു ഗർഭിണി ആസ്പത്രി കൂട്ടിക്കൊണ്ടുപോയാൽ അതിന് 50-100 ഉറുപ്പ്യ കൊടുക്കും, കൊണ്ടുപോയിട്ടില്ല, കൊടുക്കില്ല. അതാണ് ആശ. പക്ഷെ ആ ആശ കേരളത്തിൽ ആദ്യം നമുക്ക് വേണ്ടാന്നുള്ളൊരു ചർച്ചയായിരുന്നു നടന്നിരുന്നത്. ഇവിടെ നഴ്സുമാരൊക്കെ ഉണ്ട്, JPH ഒക്കെ ഉണ്ട് താഴെ. പക്ഷേ ശ്രീമതി ടീച്ചറിന്റെ കാലത്ത് ആശമാരെ റിക്രൂട്ട് ചെയ്തു. ഞാൻ 2016 വരുമ്പം 1000 രൂപയാണ് ആശക്ക്, 500 രൂപ ഓണറേറിയം, പിന്നെ ഇൻസെന്റീവും എല്ലാം ചേർന്നിട്ട്. പക്ഷേ അവർ നല്ല വർക്ക് ചെയ്തു. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മൾ അവരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയല്ലോ. അപ്പോഴാണ് ഈ ആശക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കൊടുക്കണം. അവരുടെ യൂണിയൻ സമരം ചെയ്തു, എൻ്റെ അടുത്ത് വന്നു. ഞാനന്ന് ആരോഗ്യമന്ത്രിയാണ്. അന്നാണ് ഈ 1000 രൂപയിൽ നിന്ന് 7000 രൂപ ഓണറേറിയവും 3000 ഇൻസെന്റീവ്, ഒരു പ്രത്യേക വർക്ക് നടത്തിയിട്ടാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം അനുസരിച്ച് ആ ഇൻസെന്റീവ് കിട്ടില്ല. അങ്ങനെയാണ് 10000 രൂപ, 7000-ഉം 3000-ഉം കൊടുത്തു. അങ്ങനെ 10000 രൂപ മുതൽ 14000 രൂപ വരെ ഒരു ആശയ്ക്ക് ഇൻസെന്റീവിനനുസരിച്ച് മാറും. കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയത് LDF അല്ലേ. പിന്നെ 21,000 ആക്കണം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള വലിയ പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് ആശയോട് ഞങ്ങൾ എന്തെങ്കിലും ദുർമുഖം കാണിച്ചോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആശയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്, അന്ന് തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണ്, ഈ കാര്യം ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് ഇത്രയും എത്തിച്ചത്. എന്നിട്ട് പിന്നെയും നമ്മൾ 1000 രൂപ കൂട്ടിക്കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറേശ്ശെ കൂട്ടിക്കൊടുക്കുക അല്ലാതെ ഒറ്റയടിക്ക് 21,000 ആക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആശയോട് വെറുപ്പുണ്ടായിട്ടല്ല. കഴിഞ്ഞ തവണ ഈ അവരെ അധിക്ഷേപിക്കുന്ന അടക്കമുള്ള നീക്കങ്ങളുണ്ടായി. അല്ല, അതൊക്കെ പ്രശ്നമായോ എന്നുള്ളൊരു ചോദ്യം. ഞങ്ങൾ ആരും അധിക്ഷേപിച്ചിട്ടില്ല. എങ്ങനെ ആശയെ അധിക്ഷേപിക്കുക? അത്രയധികം വർക്ക് താഴെ ചെയ്യുന്ന ആളുകളല്ലേ അവരെ അധിക്ഷേപിക്കാനൊന്നും പറ്റില്ല.